أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമാണ് കഴിഞ്ഞ ദർസ് മുതൽ നാം കേട്ടുവരുന്നത്. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തഫ്സീറെ കബീറിൽ പറയുന്നു, ബിസ്മില്ലാഹിയുടെ പ്രാധാന്യം. എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ലാഹ് ചൊല്ലുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വാഗ്ദാനമുണ്ട്. അതായത് ഈ ഖജനാവ് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ തുറക്കപ്പെടുന്നതല്ല എന്ന് പറയുന്നു. അള്ളാഹു പറയുന്നു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, സൂറത്തുൽ വാഖിയ. അതായത് അള്ളാഹുവിൻ്റെ ഈ ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, അതായത് ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വ്യാഖ്യാനം വിശുദ്ധ ഖുർആൻ മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല. അതുപോലെ ഖുർആൻ പറയുന്നു, യുളില്ലു ബിഹി കസീറ വയഹദി ബിഹി കസീറ, സൂറത്തുൽ ബഖറ. വിശുദ്ധ ഖുർആൻ ചിലർക്ക് ഹിദായത്തിനുള്ള മാർഗമാണെങ്കിൽ മറ്റു ചിലർക്ക് വൈകേടിലേക്ക് അകപ്പെട്ടതിന് കാരണമായിത്തീരുന്നു. ഖുർആനിൽ വാക്കും അക്ഷരവും ഒന്നും മാറിമറിയുന്നില്ല, എല്ലാവർക്കും ഒന്നു തന്നെയാണ്. എന്നാൽ അതിൻ്റെ പ്രതിഫലനം വ്യത്യസ്ത രീതിയിൽ ഭവിക്കുന്നു. ഇപ്പോൾ ചോദ്യമുണ്ടാകാം, ഖുർആനിലൂടെ നന്മ പ്രാപിക്കുവാനും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ അതിലുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കാനും എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള മറുപടി വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇസ് ബില്ലാഹ്, സൂറത്തുൻ നഹ്ൽ. ഈ നിർദ്ദേശമാണ് ഖുർആൻ വെക്കുന്നത്. അതായത് ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഒരു ഭാഗത്ത് അള്ളാഹുവിനോട് ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ദുആ ചെയ്യുന്നു. മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തും റഹീമിയത്തും മുൻനിർത്തി സഹായം തേടുന്നു. ഈ രീതിയിൽ വഴി തെറ്റുന്നതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനും ഹിദായത്ത് ലഭിക്കുന്നതിനും സാധിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ വെച്ചതിൻ്റെ രണ്ടാമത്തെ കാരണം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവസാന കാലഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ സദൃശ്യനായി ഒരു വ്യക്തി വരും. അദ്ദേഹത്തെക്കുറിച്ച് ദൈവം ഈ ഒരു നിയമം വെച്ചിട്ടുണ്ട്, ഏതൊരു വ്യക്തി എൻ്റെ വാക്കുകൾ എൻ്റെ നാമം ഉപയോഗിച്ചു പറയുന്നുവോ അദ്ദേഹത്തെ അവഗണിക്കുന്നവരോട് ഞാൻ കണക്ക് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ഈ ആയത്ത് പരാമർശിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണം ബൈബിളിൽ വന്നിട്ടുണ്ട്, ആ ഒരു പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഞാൻ നിർദ്ദേശിക്കാത്ത, അതായത് ദൈവം നിർദ്ദേശിക്കാത്ത കാര്യം എൻ്റെ നാമം ഉപയോഗിച്ചു പറഞ്ഞാൽ, അതുപോലെ ബിംബങ്ങളുടെ നാമം ഉപയോഗിച്ചു പറഞ്ഞാൽ ആ പ്രവാചകൻ വധിക്കപ്പെടുന്നതായിരിക്കും. ഈ ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തി അള്ളാഹുവിൻ്റെ നാമത്തിൽ കളവ് പറഞ്ഞാൽ അവനെ ദൈവം നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ലാഹ് വെച്ചിരിക്കുന്നു. അതിലൂടെ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേകമായും അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്ക് സാധാരണയായും ഒരു പരിപൂർണ തെളിവാണ് സമർപ്പിക്കുന്നത്. ഈ ഒരു നിർദ്ദേശം നിലനിൽക്കവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയശ്രീ ലാളിതനായി പുരോഗമനം കണ്ട്
എല്ലാ സത്യസന്ധരായ അന്വേഷകർക്കും മനസ്സിലാകാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നും അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം പറയാത്തത് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നശിച്ചു പോയിട്ടില്ല? ഈ ആയത്ത് എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ പരാമർശിച്ചതിൻ്റെ 4ാമത്തെ കാരണം വിശുദ്ധ ഖുർആൻ വായിക്കുന്ന വ്യക്തി 3 അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 1. യാതൊരു മാർഗവുമില്ലാത്ത പാവപ്പെട്ടവൻ്റെ അവസ്ഥ. 2. തിന്മയിൽ അകപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീരുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വഴികൾ കാണാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതുപോലെ തന്നെ 3. ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തി. ഈ കാര്യം വ്യക്തമാണ്. 3 പേർക്കും 3 തരത്തിലുള്ള ഹൃദയ അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ആദ്യത്തെ വ്യക്തി വളരെ ആശങ്കയിലും, 2ാമത്തെ വ്യക്തി നിരാശയിലും, 3ാമത്തെ വ്യക്തി അഹങ്കാരത്തിലും അകപ്പെടാൻ സാധ്യതയുണ്ട്. ഈ 3 അവസ്ഥകളും മനുഷ്യനെ ലാഭം കൈവരിക്കുന്നതിന് പകരം അജ്ഞതയിലേക്കും നാശത്തിലേക്കും എത്തിക്കും. എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ല വെച്ചിട്ടുള്ളത് ദരിദ്രൻ അവൻ്റെ മാർഗം കാണുന്നതിനും അവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും യാതൊരു പദവിയും നോക്കാതെ കാരുണ്യം കാണിക്കുന്നവനാണെന്നും മനസ്സിലാകാനും, അതുപോലെ ധിക്കാരം കാരണം തനിക്ക് ലഭിക്കുവാനുള്ള ഹക്കുകളെല്ലാം നഷ്ടത്തിലാക്കിയ വ്യക്തിക്ക് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ചലിപ്പിക്കുന്നു. നീ നിരാശനാവേണ്ട. ഏതൊരു നാഥനാണോ ഈ സൂറത്ത് ഇറക്കിയിട്ടുള്ളത് അവൻ തെറ്റുകൾ പൊറുത്തു കൊടുക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലാണ്. ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന വ്യക്തി അഹങ്കാരത്തിൻ്റെ അവസ്ഥയിൽ എത്തുന്നതിൽ നിന്ന് ആ വ്യക്തിയെ ശ്രദ്ധ ചലിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു, നിന്റെ നാഥൻ്റെ ഖജനാവ് അന്ത്യമില്ലാത്തതാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കേണ്ടതില്ല. ഇനിയും അവസാനിക്കാത്ത പുരോഗമനങ്ങൾ ബാക്കിയുണ്ട്. വ്യക്തമായി മനസ്സിലാക്കാം, ഹൃദയത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇസ്ലാഹ് ചെയ്തതിന് ശേഷം ഖുർആൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മാർഗവുമില്ല. എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെച്ചതിൻ്റെ 5ാമത്തെ കാരണം എല്ലാ സൂറത്തിൻ്റെയും താക്കോൽ ഈ ആയത്താണ്. എല്ലാ ദീനി അതുപോലെ ആത്മീയമായ വിഷയങ്ങൾ റഹ്മാൻ, റഹീം എന്നീ 2 ഗുണനാമങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. തെറ്റുധാരണ 2 രീതിയിൽ അകറ്റാൻ സാധിക്കും. ഒന്ന് വിശദീകരണത്തിലൂടെ, മറ്റൊന്ന് സംഗ്രഹങ്ങളിലൂടെ. അതുകൊണ്ട് അള്ളാഹു എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെച്ചുകൊണ്ട് ഈ സൂറത്തിലെ സംശയങ്ങൾക്ക് ബിസ്മില്ലാ ചൊല്ലിക്കൊണ്ട് അകറ്റുക. അതായത് ഏതൊരു അർത്ഥമാണ് മനസ്സിലായത് അത് റഹ്മാൻ, റഹീം എന്നീ ഗുണങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ ആ അർത്ഥം ശരിയാണ്. ഇനി ഏതൊരർത്ഥമാണ് മനസ്സിലാക്കിയത് അത് ഈ 2 ഗുണനാമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ അർത്ഥം തെറ്റായി ഗണിക്കുക. ഇങ്ങനെ ബിസ്മില്ലാ സൂറത്തിൻ്റെ വ്യാഖ്യാതാവും അതുപോലെ തന്നെ ആ സൂറത്ത് ബിസ്മില്ലാഹിയുടെ വ്യാഖ്യാനവുമായി തീരുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.